നിലമ്പൂരിൽ PV അൻവർ മത്സരിച്ചേക്കും. തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധ്യത. കഴിഞ്ഞ ദിവസം ചേർന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതിയിലും അൻവർ മത്സരിക്കാൻ ധാരണയായിരുന്നു. പാർട്ടി നേതൃത്വം എടുത്ത തീരുമാനം നടപ്പാക്കണമെന്ന് TMC ആവശ്യപ്പെട്ടു. തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചേക്കും. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ്, ഏറ്റവും ഒടുവിൽ ഒരിക്കൽ കൂടി അവിടെ നിലമ്പൂരിൽ ചിത്രം തെളിയുകയാണ്. PV അൻവർ മത്സരരംഗത്തേക്ക് എത്തുന്നു. വിവരങ്ങൾ. നീലിമ, ഇന്ന് രാവിലെ വാർത്താ സമ്മേളനത്തിൽ PV അൻവർ പറഞ്ഞത് താൻ മത്സരിക്കില്ല എന്നാണ്. തന്റെ കയ്യിൽ അതിനുള്ള പണമില്ല, അതിനുള്ള ശേഷിയില്ല എന്ന് PV അൻവർ പറഞ്ഞിരുന്നു. UDF-ലേക്ക് ഇല്ല എന്നും PV അൻവർ പറഞ്ഞിരുന്നു. കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായി PV അൻവർ UDF മുന്നണി പ്രവേശനത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായ PV അൻവർ തന്റെ പാർട്ടിയെ UDF-ന്റെ ഭാഗമാക്കാനുള്ള നീക്കം നടത്തിയിരുന്നു. പക്ഷേ അത് വിജയിച്ചില്ല. ഇതോടെ അദ്ദേഹം നിരാശനായിരുന്നു. അങ്ങനെയാണ് ഇന്ന് രാവിലെ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് താൻ നിലമ്പൂരിൽ മത്സരിക്കാനുമില്ല, UDF-ലേക്കുമില്ല എന്ന് പറഞ്ഞത്. പക്ഷേ ഇന്ന് വൈകിട്ട് വീണ്ടും അദ്ദേഹം നിലപാട് തിരുത്തുകയാണ് ചെയ്തത്. നിരവധി ആളുകൾ തന്നെ വന്ന് കാണുന്നുണ്ട്. സാധാരണക്കാരായ നിരവധി ആളുകൾ തന്നെ വന്ന് കാണുന്നുണ്ട്. അവർ പണം തരാൻ മത്സരിക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാകും എന്ന സൂചന ഇന്ന് വൈകിട്ടോടെ PV അൻവർ നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ പാർട്ടിയിലെ മറ്റ് നേതാക്കളും മത്സരിക്കണം എന്നൊരു നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. കാരണം കഴിഞ്ഞ ദിവസം തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും സംസ്ഥാന സമിതി യോഗവും മഞ്ചേരിയിൽ ചേർന്നിരുന്നു. ഈ മഞ്ചേരിയിൽ ചേർന്ന 2 യോഗങ്ങളിലും തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കണം എന്നൊരു തീരുമാനത്തിലാണ് എത്തിയത്. അപ്പോൾ UDF-ന്റെ ഭാഗമായിട്ടില്ല എങ്കിൽ മത്സരിക്കണം എന്നൊരു തീരുമാനത്തിലാണ് എത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ UDF-ന്റെ ഭാഗമാകിയിട്ടില്ല. അതോടൊപ്പം തന്നെ LDF-നെതിരായ ശക്തമായ ഒരു പോരാട്ടമാണ് മുന്നിൽ നിൽക്കുന്നത്. ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് PV അൻവർ LDF-ൽ നിന്നും ഇറങ്ങിയത്. അതുകൊണ്ട് തീർച്ചയായും നിർബന്ധമായും PV അൻവർ മത്സരിക്കണം എന്നൊരു ആവശ്യമാണ് തൃണമൂലിലെ മറ്റ് നേതാക്കൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. അങ്ങനെയെങ്കിൽ വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ശിവദാസ് കന്മനമാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്.